ഇംഗ്ലീഷ് ഒരു ബാലികേറാ മലയല്ലതിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രപ്പോസിഷനുകളെ പറ്റിയുള്ള വീഡിയോകളുടെ തുടർച്ചയായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത് ഓഫ് എന്ന പ്രപ്പോസിഷനെ പറ്റിയാണ്. ഓഫ് എന്ന പ്രപ്പോസിഷൻ നമ്മൾ സർവ്വസാധാരണമായിട്ട് മിക്കവാറും എല്ലാ സെൻറ്റൻസുകളിലും ഉപയോഗിക്കുന്നതാണ്. അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ആശയങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് അതുപോലെ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസുകളിലേക്ക് കടന്നു ചെന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ്: ദ സ്പീച്ചസ് ഓഫ് എബ്രഹാം ലിങ്കൻ ആർ ഫേമസ്. ദ പെയിന്റിംഗ്സ് ഓഫ് രാജ രവിവർമ്മ ആർ ഫേമസ്. ദ സ്റ്റോറി ഓഫ് ദ ഫിലിം ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ പറഞ്ഞ സെന്റൻസുകളിലെ ഏത് സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസിലേക്ക് കിടക്കാം. ദ സ്പീച്ചസ് ഓഫ് എബ്രഹാം ലിങ്കൻ ആർ ഫേമസ്. എബ്രഹാം ലിങ്കന്റെ പ്രസംഗങ്ങൾ വളരെ ഫേമസ് ആണ്, വളരെ പ്രസിദ്ധമാണ്. അവിടെ എബ്രഹാം ലിങ്കന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ എന്തെങ്കിലും ബന്ധം മറ്റൊന്നിനോട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ ദ പെയിന്റിംഗ്സ് ഓഫ് രാജ രവിവർമ്മ ആർ ഫേമസ്. അവിടെയും രവിവർമ്മയുടെ പെയിന്റിങ്സുകൾ വളരെ പ്രസിദ്ധമാണ്. ആ പെയിന്റിങ്സുകളും രാജാ രവിവർമ്മയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സെന്റൻസില് ദ സ്റ്റോറി ഓഫ് ദ ഫിലിം ഈസ് ഇൻട്രസ്റ്റിംഗ്. സിനിമയുടെ കഥ വളരെ രസകരമാണ്. അങ്ങനെ പറയുമ്പോഴും ഫിലിമിന്റെ സ്റ്റോറി എന്ന അർത്ഥത്തിലാണ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും ആ സ്റ്റോറിക്ക്, ആ കഥയ്ക്ക് ഫിലിമുമായുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് സെന്റൻസുകളിലും നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് മറ്റെന്തുമായിട്ടുമുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ, അല്ലെ അത് അവരുമായിട്ട് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉപയോഗത്തിൽ കണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർക്ക് അതുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓഫിന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് നമുക്ക് പോകാം. Thousands of students attended the exam. The theater was full of audience. He drank a cup of milk. He bought 2 kgs of orange. ഈ 4 സെന്റൻസുകളിലെ ഓഫ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ സെന്റൻസ്: Thousands of students attended the exam. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ അറ്റൻഡ് ചെയ്തു. അവിടെ thousands of students എന്നാണ് വന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, നമുക്ക് അതിന്റെ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയാൽ ദ തിയേറ്റർ വാസ് ഫുൾ ഓഫ് ഓഡിയൻസ്. തിയേറ്റർ നിറയെ പ്രേക്ഷകരായിരുന്നു. അവിടെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു അളവിനെ കാണിക്കാൻ വേണ്ടിയാണ് ഫുൾ ഓഫ് എന്ന് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഈ 2 സെന്റൻസുകളിലും തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ഫുൾ ഓഫ് എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് എമൗണ്ട് അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ പ്രതീകമായിട്ടാണ്. അതുപോലെ ലാസ്റ്റ് 2 സെന്റൻസുകളിലേക്ക് വരാം. ഹി ഡ്രാങ്ക് എ കപ്പ് ഓഫ് മിൽക്ക്. അവിടെ അദ്ദേഹം ഒരു കപ്പ് പാല് കുടിച്ചു എന്നാണ്. എ കപ്പ് ഓഫ് മിൽക്ക് എന്നാണ് വന്നത്. ലാസ്റ്റ് സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ ഹി ബോട്ട് 2 kgs ഓഫ് ഓറഞ്ച്. അദ്ദേഹം 2 കിലോ ഓറഞ്ച് വാങ്ങി. അവിടെ രണ്ടിടത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ആദ്യത്തെ സെന്റൻസിൽ എ കപ്പ് ഓഫ് മിൽക്ക് എന്നാണ് പറഞ്ഞത്, ഒരു കപ്പ് പാല്. രണ്ടാമത്തെ സെന്റൻസിൽ 2 കിലോഗ്രാം ഓറഞ്ച്. ഇത് രണ്ടും കാണിക്കുന്നത് ഒരു അളവിനെയാണ്, ഒരു മെഷർമെന്റിനെയാണ്. അപ്പോൾ നമ്മൾ ഒരു മെഷർമെന്റിന്റെ കാര്യം പറയുമ്പോൾ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എ കപ്പ് ഓഫ് മിൽക്ക് എന്തു തന്നെയായാലും, അല്ലെങ്കിൽ 2 kgs ഓഫ് റൈസ്, 3 kgs ഓഫ് ആപ്പിൾ എന്തു തന്നെ പറഞ്ഞാലും നമ്മൾ ഓഫ് എന്ന പ്രപ്പോസിഷൻ അവിടെ കടന്നു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അളവുകളെ സൂചിപ്പിക്കാൻ വേണ്ടി, മെഷർമെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും നമ്മൾ ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ 4 സെന്റൻസുകളിലായിട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു മെഷർമെന്റിനെ, ഒരു അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ 4 സെന്റൻസുകളിലായിട്ട് കണ്ടത്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്, ഫുൾ ഓഫ് ഓഡിയൻസ്, ഇവ രണ്ടും പറയുമ്പോൾ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ പ്രതീതി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പ് ഓഫ് മിൽക്ക്, 2 kgs ഓഫ് റൈസ് അല്ലെങ്കിൽ 2 kgs ഓഫ് ഓറഞ്ച്, ഇവയൊക്കെ പറയുമ്പോൾ ഒരു മെഷർമെന്റ്, ഒരു അളവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രതീതി കാണിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഒരു മെഷർമെന്റ്, ഒരു അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടി 2 kgs അല്ലെങ്കിൽ എ കപ്പ് ഓഫ് ടീ, എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു അത്രയും അളവ് എന്ന് കാണിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കിനി മോണിന്റെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സെന്റൻസ്: ദ ഫിലിം ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ പുവർ. വി സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ.
the struggles of Indians against the British. ഈ പറഞ്ഞ 3 സെന്റൻസുകൾ നമുക്ക് നോക്കാം. അവിടെ ഓഫിനെ പറ്റി എന്താണ് പറയുന്നത് നോക്കാം. ആദ്യത്തെ സെന്റൻസിലേക്ക് കടക്കാം. The film tells the story of the poor. ഈ സിനിമ പറയുന്നത് പാവപ്പെട്ടവരുടെ കഥയാണ്. അവിടെ സിനിമയുടെ കഥ പാവപ്പെട്ടവരെ പറ്റിയാണ്, പാവപ്പെട്ടവരെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഓഫ് ദ പുവർ എന്ന് വന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ വി സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയുടെ ഹിസ്റ്ററി പഠിക്കുന്നു. അവിടെയും ഇന്ത്യയെ കുറിച്ചുള്ള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചരിത്രം അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ 2 സെന്റൻസിലും ഏതെങ്കിലും കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സെന്റൻസിൽ നമുക്ക് നോക്കാം. The struggles of Indians against the British. അവിടെയും ഒരു റെഫറൻസ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻസ് നടത്തിയ സ്ട്രഗിൾസ്, പോരാട്ടങ്ങളുടെ ഒരു റെഫറൻസ് ആണ് ആ സെന്റൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അവിടെ ബ്രിട്ടീഷുകാരെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ പോരാട്ടങ്ങളെ റെഫർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 3 സെന്റൻസുകൾ കൂടി നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പറ്റിയാണ്, മറ്റൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു കാര്യവും റെഫർ ചെയ്തുകൊണ്ട് പറയുന്നതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾക്ക് ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഈ സെന്റൻസുകളിൽ കൂടെ കണ്ടത്. ആദ്യത്തെ സെന്റൻസിൽ തന്നെ നമ്മൾ കണ്ടു പുവർ ആൾക്കാരെ, പാവപ്പെട്ടവരെ നമ്മൾ ആ ഫിലിമിൽ കൂടി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുകയാണ് ആ ഫിലിമിന്റെ കഥ. അപ്പോൾ നമുക്ക് ഇനിയും ഓഫിന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കാം. ഹിസ് ഇന്റർവ്യൂസ് ഓൺ ദ 3rd of this month. He was 28 at the time of his marriage. He is a man of 25. ഓഫിന്റെ ഈ സെന്റൻസുകളിലെ ഉപയോഗത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് ഹിസ് ഇന്റർവ്യൂസ് ഓൺ ദ 3rd of this month. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഈ മാസം 3-ാം തീയതിയാണ്. അവിടെ ഓൺ ദ 3rd of this month എന്നാണ് വന്നത്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ടൈം എക്സ്പ്രഷൻ ആണ്, അവിടെ ഒരു സമയ കാലഘട്ടമാണ് ഓഫ് ദിസ് മന്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ ഹി വാസ് 28 at the time of his marriage. അദ്ദേഹത്തിന്റെ കല്യാണ സമയത്ത് അദ്ദേഹത്തിന് 28 വയസ്സായിരുന്നു. at the time of his marriage, മാരേജ് സമയത്ത്, ഒരു സമയത്തിന്റെ സൂചനയാണ് അവിടെയും തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയ സൂചനയ്ക്ക് വേണ്ടി ഓഫ് ഉപയോഗിക്കാമെന്നാണ് ഈ 2 സെന്റൻസുകളിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഓൺ ദ 3rd of this month എന്നും അറ്റ് ദ ടൈം ഓഫ് ഹിസ് മാരേജ് എന്നും വന്നത്. അവിടെ രണ്ടിടത്തും ഒരു ടൈം എക്സ്പ്രഷൻ ആണ് കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ സെന്റൻസിലേക്ക് പോകാം. ഹി ഈസ് എ മാൻ ഓഫ് 25. ഹി ഈസ് എ മാൻ ഓഫ് 25 എന്ന് പറഞ്ഞാൽ അദ്ദേഹം 25 വയസ്സുള്ള ഒരു ആളാണ്. അവിടെ ഓഫ് 25 ഇയേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തിന്റെ ഏജ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഓഫ് എന്ന പ്രൊപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 സെന്റൻസുകളിൽ സമയ സൂചകത്തിന് വേണ്ടിയാണ്, എക്സ്പ്രഷൻ ഓഫ് ടൈമിന് വേണ്ടിയാണ് ഓഫ് ഉപയോഗിച്ചതെങ്കിൽ ലാസ്റ്റ് സെന്റൻസിൽ ഏജുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമയസൂചകമായിട്ടും ഏജ് പറയാൻ വേണ്ടിയും ഏജിനെ പറ്റി പറയാൻ വേണ്ടിയും ഒക്കെ നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ സമയസൂചകങ്ങൾക്ക് വേണ്ടിയും ഏജ് കാണിക്കാൻ വേണ്ടി, വയസ്സ് ഒരാളുടെ കാണിക്കാൻ വേണ്ടിയും നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതായിട്ടാണ് ഈ സെന്റൻസുകളിൽ കൂടി കണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന, യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷനാണ് ഓഫ്. അതിന്റെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കടക്കാം. 60% of Indians live in villages. He was one of the kings of Travancore. 25 out of 100 students passed the exam. ഈ സെന്റൻസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓഫിന്റെ സർവ്വസാധാരണമായ ഒരു ഉപയോഗമാണ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് 60% of Indians live in villages. 60% ഇന്ത്യൻസും ഇന്ത്യക്കാരും വില്ലേജുകളിലാണ് താമസിക്കുന്നത്. അവിടെ 60% ഇന്ത്യക്കാരും എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയിലെ 60%, അതായത് മൊത്തം ജനസംഖ്യയുടെ 60%, മൊത്തത്തില് ഒരു പാർട്ടാണ് ഈ 60% എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തമുള്ളതിന് ഒരു പാർട്ടുമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഹി വാസ് വൺ ഓഫ് ദ കിങ്സ് ഓഫ് ട്രാവൻകൂർ. അദ്ദേഹം തിരുവിതാംകൂറിലെ രാജാക്കന്മാരിലെ ഒരു രാജാവായിരുന്നു. അപ്പൊ അവിടെയും മൊത്തം ഒരുപാട് രാജാക്കന്മാരുണ്ട്, അവരിൽ ഒരാളായിരുന്നു, അതിലൊരു ഭാഗമാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെന്ന ആ കൂട്ടവുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ ഓഫ്
എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അവിടെ ഓഫ് ദ കിങ്സ് ഓഫ് ട്രാവൻകൂർ എന്ന് വന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത സെന്റൻസ് 25 ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ദി എക്സാം. 100-ല് 25 പേര് എക്സാം പാസ്സായി. അവിടെയും മൊത്തം സംഖ്യ എന്ന് പറയുന്നത് 100 അതിൽ 25 പേര് പാസ്സായെന്നാണ്. അപ്പോൾ 100 എന്ന് പറയുന്ന ആ മുഴുവൻ ആൾക്കാരിൽ ഒരു പാർട്ടാണ് 25. ആ 100 സ്റ്റുഡൻസിൽ ഒരു പാർട്ടായ 25ന്റെ അതുമായിട്ടുള്ള റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ മുഴുവൻ പാർട്ടിൽ നിന്ന് അതിലൊരു പാർട്ടിന്റെ റിലേഷൻ, അതുമായിട്ടുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഓഫിന്റെ വളരെ സർവ്വസാധാരണമായ ഒരു യൂസേജ് ആണ് കണ്ടത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് അതിലെ ഒരു പാർട്ടുമായിട്ടുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഓഫ് എന്ന പ്രിപ്പോസിഷന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങളാണ് കണ്ടത്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം കണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതുമായിട്ട് റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബിലോങ്സ് ടു ആണ്, ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദ സ്പീച്ചസ് ഓഫ് എബ്രഹാം ലിങ്കൺ, ദ പെയിന്റിങ്സ് ഓഫ് രാജാ രവിവർമ്മ എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. അടുത്തതായി നമ്മൾ കണ്ടത് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഓഫ് ഉപയോഗിക്കുന്നതാണ്. അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മളൊരു മെഷർമെന്റിന് വേണ്ടി, ഒരു അളവിന് വേണ്ടി നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് എ കപ്പ് ഓഫ് ടീ, എ കപ്പ് ഓഫ് മിൽക്ക് എന്നൊക്കെ വന്നത്. അപ്പോൾ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ഇവയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി റെഫർ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോഴേ നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അവിടെ ഏതെങ്കിലും കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറയുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എബൌട്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നതാണ് കണ്ടത്. പിന്നീട് നമ്മൾ കണ്ടത് സമയ സൂചകങ്ങളുടെ കൂടെ, എക്സ്പ്രഷൻ ഓഫ് ടൈമിന്റെ കൂടെ അല്ലെങ്കിൽ ഏജിന്റെ കൂടെ, ഇവയുടെയൊക്കെ കൂടെ ഓഫ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ദ 3rd ഓഫ് ദിസ് മന്ത് എന്ന് പറഞ്ഞു ഓൺ 3rd ഓഫ് ജനുവരി എങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതുപോലെ നമ്മൾ ഹീസ് ഓഫ് 25, ഹീസ് ഓഫ് 30 എന്നൊക്കെ പറയുമ്പോൾ അത് ഏജിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നതാണ് കണ്ടത്. പിന്നീട് നമ്മൾ കണ്ടത് ഓഫിന്റെ വളരെ സർവ്വസാധാരണമായും വളരെ മിക്കവാറും എല്ലാ സെന്റൻസുകളിലും കടന്നു വരുന്നതുമായ ഒരു യൂസേജാണ്. ഏതെങ്കിലും ഒരു മുഴുവൻ കാര്യത്തിൽ നിന്ന്, ഒരു ഓൾ പാർട്ടിൽ നിന്ന് അതിലൊരു ഭാഗത്തിന്, ഒരു പാർട്ടിന് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നതാണ് കണ്ടത്. അത് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 1/3 ഓഫ്, 1/4 ഓഫ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ സെന്റൻസിലും കണ്ടു 60% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷന്റെ 60%, അതും ഓൾ പാർട്ടായ ഇന്ത്യൻ പോപ്പുലേഷന്റെ 60% എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ഓഫ് എന്ന പ്രൊപ്പോസിഷന്റെ പല സന്ദർഭങ്ങളിലുള്ള ഉപയോഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രയോജനപ്രദമാകും വിധം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റെല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ നിങ്ങളിത് കാണാതെ പഠിക്കാതെ ചുറ്റുപാടുകളുമായി താരതമ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാലികേറാമലയല്ലാതെയാക്കാം.